ഹലോ ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സോ ഇന്നത്തെ നമ്മളെ റെസിപ്പി ഡിലീഷ്യസ് കേക്കാണ്, വിത്തൗട്ട് ഓവൻ. സോ അതാണ് സ്പെഷ്യാലിറ്റി. ആൻഡ് ഈ കേക്കിന് നിങ്ങൾ ഒരു മൈദയോ അതോ ഇതോ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് എ ബേക്കിംഗ് പൗഡർ ആൻഡ് എ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് വിച്ച് ഈസ് ഓൾറെഡി എ ഈറ്റബിൾ ഇൻഗ്രീഡിയൻറ്റ്. അത് ഓൾറെഡി തിന്നാൻ പറ്റിയ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. കണ്ടില്ല, കേക്ക് നല്ല ഡിലീഷ്യസ് ആയിട്ട്, ആ, നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ലുക്കിൽ കാണുന്നുണ്ടല്ലോ. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇതിൽ നമ്മൾ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് ഇവിടെ കാണുന്നുണ്ടല്ലോ, ഓറിയോ ബിസ്ക്കറ്റ്സ് ആണ്. സോ ഇറ്റ്സ് ഓൾറെഡി നമ്മളെ തിന്നാൻ പറ്റിയ ഒരു സംഭവമാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ബർത്ത്ഡേ കേക്ക് ആവട്ടെ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരുന്നുണ്ടെങ്കിൽ ഡെസേർട്ട് ഐറ്റം ആയിട്ട് നമുക്ക് ആക്കി എടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഐറ്റമാണ് ഈ കേക്ക്. സോ ഇവിടെ ഞാനൊരു 2 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. അത് ആദ്യം തന്നെ പൊട്ടിച്ചിട്ട് നമ്മളെ മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിയാക്കി എടുക്കണം. സോ ഇതിൽ ക്രീം എടുക്കേണ്ട ആവശ്യമില്ല. എന്താ പറഞ്ഞാൽ ക്രീമിൽ ഇല്ല, കുറച്ച് മധുരം കൂടി നമുക്ക് ഇതിലേക്ക് ഒന്ന് കിട്ടും. അതുകൊണ്ട് ക്രീം ആവശ്യമില്ല. സോ ഇത് ഞാൻ പൊടിക്കാൻ പോകുന്നുണ്ട്. ഇത് പൊടിക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്കൊരു ചെറിയ പണിയും കൂടി ചെയ്ത് തീർക്കാനുണ്ട്. ഇത് ഓവൻ ഇല്ലാതെ ചെയ്യുന്നത് കൊണ്ട് ആസ് യൂഷ്വൽ ഞാനൊരു കുക്കർ എടുത്തിട്ട് ആ ഓവൻ്റെ ഒരു എഫക്റ്റ് തരാൻ വേണ്ടിയിട്ട് പ്രീ ഹീറ്റിന് വെക്കുന്നുണ്ട്. സോ ഇതെന്താണെന്ന് വെച്ചാൽ കാണുന്നുണ്ടല്ലോ, ഞാൻ ഓൾറെഡി ബേക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന സോൾട്ടാണ്. അതുകൊണ്ട് കുറച്ച് അത്യാവശ്യം കളർ മാറിയിട്ടുണ്ട് പല പ്രാവശ്യം ഞാൻ യൂസ് ചെയ്തുകൊണ്ട്. സോ ഇത് സോൾട്ടാണ്. സോ അതിൽ വെച്ച് ഒന്ന് പരത്തി വെച്ച് അതിൽ ഞാനൊരു സ്റ്റാൻഡിയും വെക്കുന്നുണ്ട്. സോ ഈ കുക്കർ തന്നെ എടുക്കണം എന്നില്ല, ഒരു സ്ട്രോങ് ആയിട്ടുള്ള കടായാണെങ്കിലും ഓക്കെ. പക്ഷേ നല്ല അത്യാവശ്യം നല്ല തിക്നെസ് ഇല്ലേ ഒരു പാത്രം എടുത്തോളൂ. ഇതിൻ്റെ മുകളിൽ ലിഡ് ക്ലോസ് ചെയ്ത് ഇതിനെ പ്രീ ഹീറ്റിന് വിടുന്നുണ്ട്. സോ ഇത് കമ്പൽസറി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് കഴിഞ്ഞ് ഞാനിടാം നമ്മൾ പൊടിച്ചെടുത്ത ബിസ്ക്കറ്റ്സ് എല്ലാം ഒന്ന് സ്ട്രെയിൻ ചെയ്ത് പൗഡർ, നല്ല ഫൈൻ പൗഡർ ഞാൻ ഫിൽട്ടർ ചെയ്ത് എടുക്കുന്നുണ്ട്. കാണുന്നുണ്ടല്ലോ, ബിസ്ക്കറ്റിൻ്റെ ചിലതെല്ലാം പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ടാവില്ല. സോ നിങ്ങൾ നേരിട്ട് അത് കുഴക്കാൻ പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് പണി കിട്ടും. സോ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് പൊടിച്ച ഭാഗമെല്ലാം നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇവിടെ എല്ലാം പൊളിയാത്ത ബിസ്ക്കറ്റ്സ് എല്ലാം ഉണ്ട്, ഗ്രൈൻഡ് ആവാത്ത. സോ ഇതൊന്നും കൂടി നമ്മൾ പൊടിച്ചെടുത്ത് ഇതിൽ ചേർക്കുന്നു. നമ്മളെ പൊടി റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഞാൻ ചേർക്കാൻ പോകുന്നത്, സ്വീറ്റ് ഇഷ്ടപ്പെടുന്നവർ ഒരു 1.5 ടീസ്പൂൺ മുതൽ 2 ടീസ്പൂണോളം പഞ്ചസാരേൻ്റെ പൗഡർ ചേർക്കാം. പഞ്ചസാര ഡയറക്റ്റായിട്ട് ചേർത്താലും മതി. ഓൾറെഡി എൻ്റെ അടുത്ത് കുറച്ച് പൗഡർ ഇല്ലത് കൊണ്ട് ഞാൻ പഞ്ചസാര പൗഡർ നേരിട്ട് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു 3/4 ടീസ്പൂണ്, ഈ ക്വാണ്ടിറ്റിക്ക് 3/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇതിനെക്കാട്ടി നിങ്ങൾ കുറച്ചധികം ക്വാണ്ടിറ്റി ആണെങ്കിൽ ബേസ്ഡ് ഓൺ ദാറ്റ് കുറച്ചും കൂടി അധികം ചേർക്കേണ്ടി വരും. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പൗഡറിൽ തന്നെ ഫസ്റ്റ് മിക്സ് ചെയ്തെടുക്കണം. ഇതൊക്കെ ഉണ്ടല്ലോ, നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് നമ്മളെ പൗഡർ. സോ ഇതിനെ നമ്മൾ ലേശം ലേശം പാല് ചേർത്തുകൊണ്ട് ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിൽ ചെയ്തെടുക്കണം. സോ മൊത്തം പാൽ ഒരേ പ്രാവശ്യം ചേർക്കരുത്, ചിലപ്പോൾ ബാറ്റർ വെള്ളം വെള്ളമായി പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് വേണ്ടത് സെമി തിക്ക് ബാറ്ററാണ്, അതായത് കേക്കിൻ്റെ കൺസിസ്റ്റൻസി എല്ലാവർക്കും അറിയാലോ. സോ ആ കൺസിസ്റ്റൻസിയിൽ വേണം. പിന്നെ ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, പാലിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ റൂം ടെമ്പറേച്ചർ ആയിരിക്കണം. സോ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടും തണുത്ത പാൽ ഒഴിക്കരുത്, കേക്ക് കട്ടിയായിട്ട് വരും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചൂടാക്കിയ പാടും ഇല്ലേ ചൂട് പാലും ഒഴിച്ച് കുഴക്കരുത്, അപ്പോൾ കേക്ക് ഉറച്ചു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് റൂം ടെമ്പറേച്ചറിലെ പാലിനെ ഒഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കുഴച്ചെടുക്കണം. സോ നമ്മൾ എത്രത്തോളം നന്നായിട്ട് കുഴക്കുക അത്രത്തോളം നല്ല ഫ്ലഫിനെസ് ഉണ്ടാവും നമ്മളെ കേക്കിന്. കണ്ടില്ലേ, നല്ല ബാറ്റർ. ഇത് കുറച്ചും കൂടി തിക്കായിട്ടുണ്ടെന്ന് തോന്നുന്നു, ഞാൻ ലേശം പാല് ചേർക്കുന്നുണ്ട്. സോ അത്രയേ വേണ്ടൂ. സോ ഷുഗർ, ശരിക്കും പറഞ്ഞാൽ ഷുഗർ ഓപ്ഷണലാണ്. സോ കറക്റ്റായിട്ട് നോക്കിയാൽ ഇൻഗ്രീഡിയൻസ് ഒരു 3 ഇൻഗ്രീഡിയൻസേ വേണ്ടൂ. നമ്മളെ ബിസ്ക്കറ്റും ബേക്കിംഗ് പൗഡറും പിന്നെ പാലും. സോ ഈ പാത്രത്തിലാണ് ഞാനിപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. സോ എല്ലാവർക്കും അറിയാലോ, ബേക്കിംഗ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ പാത്രത്തിന് നന്നായിട്ട് എണ്ണയോ നെയ്യോ അപ്ലൈ ചെയ്ത് നന്നായിട്ട് എല്ലാ സൈഡും പരട്ടി കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കേക്ക് അടുക്കി പിടിക്കാണ്ടിരിക്കും. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഒരു കാര്യം കൂടി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതായത് ഒരു സ്പൂൺ മൈദ പൗഡർ ഇട്ടിട്ട് ഒന്ന് കൈ വെക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ഇങ്ങനെ തട്ടി തട്ടി
അത് നമ്മളെ പാത്രത്തിലെല്ലാം പറ്റിപ്പിടിക്കുന്ന മാതിരി ഒരു ലെയറായിട്ട്. സോ ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒട്ടൂല. നമ്മളെ ആ കേക്ക് വെന്ത് വരുമ്പോൾ നമ്മളെ പാത്രത്തിന് ഒട്ടാണ്ട് നല്ല വൃത്തിക്ക് വരും. സോ ഇതൊന്നും അല്ലാണ്ട് നമ്മൾ പേപ്പർ യൂസ് ചെയ്താലും മതി. ഓയിൽ പേപ്പർ വരുമല്ല, കേക്ക് പേപ്പർ, അത് യൂസ് ചെയ്താലും മതി. സോ ഇതിലേക്ക് ഞാൻ നമ്മളെ ബാറ്റർ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, കൈ വെച്ച് അത് ശരിയാക്കാൻ നിൽക്കല്ല. ആ പാത്രം തന്നെ കുറച്ച് തട്ടി തട്ടി നമ്മൾ ശരിക്കും കേക്കിൻ്റെ ബാറ്റർ എല്ലാം പൊസിഷനിലേക്ക് വരുത്തുക. കണ്ട, ഇതുമാതിരി തട്ടി തട്ടി ബാറ്ററെല്ലാം നന്നായിട്ട് പൊസിഷൻ ചെയ്തു. സോ നന്നായിട്ട് പ്രീ ഹീറ്റായ നമ്മളെ ഓവൻ റെഡി ആയിട്ടുണ്ട്. സോ നമ്മളെ മാനുവൽ ഓവനിലേക്ക് നമ്മളെ കേക്ക് ബാറ്റർ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എടുത്ത മൂടിയുടെ അടപ്പ് ഉറപ്പായിട്ടും നമ്മളെല്ലാ ഈ പാത്രത്തിനെ കവർ ചെയ്യണം. അപ്പോഴേ ആ ഓവൻ്റെ എഫക്റ്റ് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ടൈമിംഗ് ഞാൻ പറയുന്നതെല്ലാം തെറ്റും. സോ 25 മിനിറ്റ് മുതൽ ഒരു 30 മിനിറ്റോളം, 30-35 മിനിറ്റോളം നമ്മൾ വെക്കേണ്ടി വരും. കണ്ടില്ലേ, ഞാനൊരു 24-25 മിനിറ്റോളം വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കുക്കായിട്ടുണ്ട്, പറ്റാണ്ട് വരുന്നുണ്ട്. കത്തിയോ ഒരു ഇല്ലെങ്കിൽ ഒരു ഫോർക്കോ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നന്നായിട്ട് തണിയാൻ വിടണം ഒരു അരമണിക്കൂറോളം. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു, തണിയാൻ വിട്ടു. സോ ഇപ്പം നല്ലവണ്ണം തണിഞ്ഞ് ഫ്ലഫി ആയിട്ടില്ല നമ്മളെ കേക്ക്, പൊന്തി വന്നിട്ടുണ്ട്. കാണുന്നുണ്ടല്ലോ എല്ലാവർക്കും. ഇത് നന്നായിട്ട് ഒരു പ്ലേറ്റ് വെച്ച് പതുക്കെ പ്ലേറ്റിലേക്ക് തിരിച്ചിട്ട് ഒന്ന് തട്ടിക്കൊടുക്കുക. നമ്മൾ കേക്ക് പൊട്ടാണ്ട് പൊളിയാണ്ട് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? സോ ഞാൻ തിരിച്ചിടുകയാണ്. ഞാനിപ്പോൾ മുറിച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക് എത്രത്തോളം അത് പൊങ്ങിയിട്ടുണ്ട്, എത്രത്തോളം പ്ലഫിനെസ് വന്നിട്ടുണ്ട് കേക്കിൽ നിന്ന്. കണ്ടോ, പക്ക ഒരു നല്ല പ്രൊഫഷണൽ കേക്കായിട്ട് കിട്ടും ഇത് നമുക്ക്. സോ പെട്ടെന്ന് ഒരാളെ ബർത്ത്ഡേക്ക് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലോ അല്ല ആരെങ്കിലും പറഞ്ഞില്ലേ ഏതെങ്കിലും ഗസ്റ്റ് വരുന്നുണ്ടെങ്കിലോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. കണ്ടോ എത്രത്തോളം പ്ലഫിനെസ് ഉണ്ടോ. സോ ടേസ്റ്റും നന്നായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. സോ ഈ ക്വാറന്റൈൻ ടൈമിൽ നല്ല ടൈം പാസ്സാണ്. സോ ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് പ്രസ് ദ ബെൽ ബട്ടൺ and share your comments. Thank you so much for watching.